മനസ്സിന് പിടിച്ച ഒരു സിനിമ കണ്ടു. മെയ്യഴകൻ എന്നാണ് പേര്. മുൻപൊന്നും ആരും പറഞ്ഞ് അറിയിച്ച് അങ്ങനെ അറിഞ്ഞ് കണ്ടതൊന്നുമല്ല. വെറുതെ നെറ്റ്ഫ്ലിക്സ് ഓണാക്കിയപ്പോൾ കണ്ട പടമാണ്. അരവിന്ദ് സ്വാമിയെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഈ പടമൊന്ന് വലിച്ച് ഇഴഞ്ഞു പോകുന്ന പോലെ തോന്നി. കഥ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അരവിന്ദ് സ്വാമിയുടെ ബോഡി ലാംഗ്വേജ് ഒന്നും ഒക്കെ എന്തോ ഒരു അത്ര പോരായ്മ പോലെ തോന്നി. പക്ഷേ കഥ ഗംഭീരം. അതിൻ്റെ അത് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന ആശയം അത് വളരെ ഗംഭീരമാണ്. കാര്യം ഒരുപാട് ഇമിഗ്രൻസ് അധികം പേരും അന്യരാജ്യങ്ങളിലൊക്കെ പോയി കാശുണ്ടാക്കാനും സ്വന്തക്കാരെയും ബന്ധക്കാരെയൊക്കെ പരിപോഷിപ്പിച്ചുമൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് നഷ്ടമാകുന്നത് സ്വന്തം ഭൂമിയും സ്വന്തം ആൾക്കാരും സ്വന്തം നാടും അവിടുത്തെ അംഗീകാരമൊക്കെ പതിയെ വിട്ടുപോകുന്നു. അവരവിടെ അപരിചിതരാകുന്നു. അപ്പോൾ അവരെ അവിടെ വെൽക്കം ചെയ്യാനും സ്വീകരിച്ച് പഴയതുപോലെ ഇവിടെ ഒരു കംഫർട്ട് കൊടുക്കാൻ ആരും ശ്രമിക്കില്ല എന്നുള്ളതാണ് സത്യം. സ്വന്തം കുടുംബക്കാർ പോലും അതിന് ശ്രമിക്കില്ല. കാര്യം പോയവർ പോയി. അവർക്കവിടെ ഇതിലും വലിയ നിലയും വിലയും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാവാം. പക്ഷെ എല്ലാവരിലും ഈ നഷ്ടബോധമുണ്ട്. അവർക്ക് പഴയതുപോലെ ജീവിക്കാനുള്ള കൊതിയും പ്രതീക്ഷയൊക്കെ ആയിട്ടാണ് എല്ലാവരും പ്ലെയിൻ കയറി ദൂരെ നിന്നൊക്കെ വരുന്നത്. ഓക്കെ, മെയ്യഴകനിൽ ഇന്ത്യയിൽ തന്നെയുള്ള വേറൊരു സ്റ്റേറ്റിൽ പോയി പോകുന്നതാണ്. അവിടെ കാർത്തികാണ് അവിടെ ഒരു ദേവദൂതനെ പോലെ വന്ന് അങ്ങനെന്തോ ഒരു വെളിച്ചം ഉണ്ട്. ഒരു ഇന്നർ ലൈറ്റ് ഉണ്ട്, ഇന്നർ നോളേജ് വരുന്നുണ്ട്. അപ്പം അത് കഷ്ടപ്പെടുന്നവർക്കാണ് അധികം ഇത് അങ്ങനെ ഒരു തെളിവുണ്ടാകുന്നത്. കഷ്ടപ്പാടിലൂടെ ഒരുപാട് സഞ്ചരിക്കുമ്പോഴാണ് പലരും യഥാർത്ഥ മനുഷ്യരാകുന്നത്. അങ്ങനെയുള്ളൊരു യഥാർത്ഥ മനുഷ്യനാണ് കാർത്തിക്. മറ്റുള്ളവരിൽ നിന്നൊക്കെ വേറിട്ട് ചിന്തിക്കുന്ന സത്യമായി കാണുന്നു. അപ്പോൾ ഈ കാർത്തികിന് മെയ്യഴകൻ പണ്ട് വീട് ഉപേക്ഷിക്കേണ്ടി വന്ന് പോകുമ്പോൾ ഒരു സൈക്കിൾ കിട്ടുന്നു. ആ സൈക്കിൾ ഈ കാർത്തികിന് വളരെ മെയ്യഴകൻ കാർത്തികാണ്. അപ്പോൾ ഒരുപാട് ഈ സൈക്കിൾ പ്രയോജനപ്പെടുമ്പോൾ അത് ഓരോ നിമിഷവും മെയ്യഴകൻ നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് ഇടയാക്കിയ സംഭവവും അതിന് തന്നത് അരവിന്ദ് സ്വാമിയുടെ പേര് അരുൾമൊഴി എന്നാണ്. അരുൾമൊഴിയുടെ സൈക്കിളാണ് മെയ്യഴകന് കിട്ടിയത്. അത് മെയ്യഴകൻ വളരെ എന്നും നന്ദിയോടെ സ്മരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വേണ്ടതും അതാണെന്ന് പറയുകയില്ല. നമ്മളെപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്നതിൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് മെയ്യഴകന് ധാരാളമായുണ്ട്. അപ്പോൾ ഈ മെയ്യഴകൻ ഒരു കല്യാണം കൂടാനായിട്ട് സ്വാമിയുടെ ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി വളരെ അടുപ്പത്തിലായിരുന്നു. അപ്പോൾ കല്യാണത്തിന് ചെന്നില്ലെങ്കിൽ അവർക്കത് പ്രയാസമെന്നുള്ള തോന്നൽ അവിടെ കാണാൻ വന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ കാർത്തിക് അരവിന്ദ് സ്വാമിയെ വളരെ കെയർ കൊടുത്ത് കംഫർട്ടബിളാക്കി തൻ്റെ നാടും വീടും എല്ലാം ഒരിക്കൽ കൂടി കാണിച്ചു കൊടുക്കുന്നതും പഴയതുപോലെയുള്ള കംഫർട്ട് കൊടുക്കുന്നതുമാണ്. അപ്പോൾ അരവിന്ദ് സ്വാമിക്ക് തൻ്റെ സ്വന്തക്കാരൊക്കെ തിരസ്കരിച്ചെന്ന് വെച്ചാൽ ഇവരുടെ ഭൂമി ഒരു കുടുംബം നഷ്ടമായിപ്പോയി ഒരു കേസിലൂടെ. അപ്പോൾ ആ കുടുംബത്തിനൊന്നും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതുപോലെ ഈ കാർത്തിക് പറയുന്നുണ്ട്. കാർത്തികിന് ഞാൻ പറഞ്ഞൊരു ഇന്നർ നോളേജ് ഉണ്ട്, പറഞ്ഞു കൊടുക്കുന്നു. കാർത്തികെന്ന് വെച്ചാൽ മെയ്യഴകൻ പറഞ്ഞു കൊടുക്കുന്നു. അവരോട് ക്ഷമിക്കണം. കാര്യം അത്ര നല്ല മനസ്സാണ് അരവിന്ദ് സ്വാമിക്ക്. അപ്പോൾ ആ മനസ്സുകൊണ്ട് പ്രയാസത്തോട് അവരെ പറ്റി ചിന്തിച്ച് അവരെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് അതൊക്കെ ക്ഷമിച്ചിരിക്കുക
എന്നൊക്കെ പറഞ്ഞു വിടുന്നു. വളരെ നല്ലൊരു സിനിമ.